ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിരിക്കുന്ന മുഞ്ച എന്ന് പറയുന്ന ഹിന്ദി സിനിമയാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അതിന്റെ തമിഴ് വേർഷനാണ് ഞാൻ കണ്ടത്. ഇതൊരു ഹൊറർ സബ്ജക്റ്റ് ആണ്. അപ്പൊ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിരി ഉളവാക്കുമെങ്കിലും സിനിമയുടെ പേര് അതാണ്, മൂഞ്ചിയ. അപ്പൊ മൂഞ്ചിയ എന്ന് പറയുന്ന പയ്യനാണ് പ്രധാന കഥാപാത്രം. അപ്പൊ 1452 ആ കാലഘട്ടത്തിലാണ് കഥ ആദ്യം പറയുന്നത്. അപ്പൊ മൂഞ്ചിയ എന്ന് പറയുന്ന ആ പയ്യൻ മുന്നി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണ്. ഇവനേക്കാൾ 6-7 വയസ്സ് മൂപ്പാണ് കുട്ടിക്ക്. അപ്പൊ അവർക്ക് അവന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഈ പെണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരെയും കൊണ്ട് കെട്ടിക്കാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ഇവളെ തന്നെ വേണം, ഇനി 7 ജന്മം ഉണ്ടായാലും എനിക്ക് ഇവളെ തന്നെ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി കാണിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അമ്മ ശകാരിക്കുന്നുണ്ട്, അതൊന്നും വില പോകുന്നില്ല. തുടർന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അനിയത്തിനെയും കൂട്ടിയിട്ട് അവരുടെ തന്നെ പ്രോപ്പർട്ടി ആയ ഒരു കടലിന്റെ നടുക്കിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു മരത്തിനകത്ത് ഒരു ദുഷ്ടശക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ദുരാത്മാവുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇവൻ പൂജ ചെയ്യുകയാണ്. അതായത് വശീകരിക്കാനുള്ള പൂജ രാത്രി ചെയ്യുകയാണ് അനിയത്തിനെയും കൂട്ടിയിട്ട്. ആക്ച്വലി വശീകരണം എന്ന് പറഞ്ഞാൽ ഒരു നരബലി അവിടെ നടക്കണം. അപ്പൊ അനിയത്തിയെ ബലി ചെയ്തുകൊണ്ട് ഇവളെ നേടാം എന്നുള്ള ധാരണയിലാണ് അവൻ അവിടെ എത്തുന്നത്. പക്ഷെ ഇവൻ അപ്രതീക്ഷിതമായിട്ട് അനിയത്തി തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. തുടർന്ന് ഇവൻ അവിടെ അടികൊണ്ട് വീണ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇവന്റെ ആത്മാവ് അവിടെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആവാഹിച്ച് ആ മരത്തെ തന്നെ തളച്ച് അതിന് ചുറ്റും കുറെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് അവര് പുറത്തു വരികയാണ്. അപ്പൊ സ്വാഭാവിക ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവൻ ഒരു ബ്രാഹ്മണനായിരിക്കെ മരിച്ചവനാണ്. അതിനെ പുനർജനിച്ച് വരുന്ന സമയത്ത് അത് അത്രത്തോളം ശക്തിവത്തായിരിക്കും, ബ്രഹ്മരാക്ഷസനായിട്ട് വരാനാണ് സാധ്യത. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത്രയും മന്ത്രങ്ങളും ഒക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ ആരും വരരുതെന്നും പറഞ്ഞൊക്കെയാണ് അവിടെ കഴിയുന്നത്. അതിനുശേഷം പിന്നെ പ്രസന്റ് കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ എന്നെ കാണിക്കുന്നത്. ഇവന്റെ നാടാണ് ആ ഗ്രാമം. ഇവൻ അവിടെ എത്തുന്നു. തുടർന്ന് ഇവനിലൂടെ ഈ മുഞ്ച എന്ന് പറയുന്ന ആ ഒരു ആത്മാവ് സ്വതന്ത്രനാകുന്നു. വീണ്ടും ഈ ജന്മത്തിലെ മുന്നേ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു, കണ്ടെത്തുന്നു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് സിനിമയുടെ ഇതിവൃത്തം. മൊത്തത്തിൽ നല്ല നൈസ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. കുറച്ച് തമാശയും കുറച്ച് സീരീസും കുറച്ച് പേടിപ്പെടുത്തലും ഒക്കെ ആയിട്ട് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കഥാനായകനായിട്ട് അഭിനയിച്ച പയ്യൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ് അവനെ കാണാനായിട്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട്. ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു കോമഡി ആയിട്ടുള്ള ഹൊററും എന്നാൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര പേടിപ്പെടുന്ന തരത്തിലുള്ള ഹൊററുമായിട്ട് മിക്സ് ചെയ്തൊക്കെയാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോട്ട്സ്റ്റാറിൽ പടം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാണ്, കാണുക. ബോറാവില്ല, ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.